പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാം എനിക്ക് പറ്റാത്തതൊന്നുമല്ല എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ മോട്ടിവേഷൻ തന്നുകൊണ്ട് വലിയ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മർ സാറിന് ഈ അവസരത്തില് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളോടൊപ്പം അല്പസമയം എനിക്ക് സംസാരിക്കാൻ അവസരം തന്നതിന്, അതിലുപരി സർവശക്തനായ സൃഷ്ടാവിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ ഒരു വ്യക്തിനെ കണ്ടോ നിങ്ങൾ? 100% ആയിട്ട് ഹാൻഡിക്യാപ്ഡ് ആണ്. ഓക്കെ, നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റില്ല, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, നമ്മളെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ് അല്ലേ. പക്ഷെ നമുക്കൊന്ന് എണീച്ചിരിക്കാനും നടക്കാനൊക്കെ ദൈവം സഹായിച്ച് പറ്റുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇദ്ദേഹം സാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ തന്നെ കേട്ടു. ഈ ലോകത്ത് സകല മനുഷ്യജീവികളും അല്ലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് പോലും വലിയ ഭാഗ്യമായിട്ട് കാണണം. ഒരു വർഷം 38 ദശലക്ഷം ഇടിപ്പുകളുള്ള ഹൃദയം നമുക്ക് തന്നിട്ടുണ്ട്. സൃഷ്ടാവ് ഒരു വർഷം 38 ദശലക്ഷം ഇടിപ്പുകളുള്ള ഹൃദയം നമുക്ക് തന്നിട്ടുണ്ട്. 1.2 ദശലക്ഷം ഫിൽറ്ററിങ് കപ്പാസിറ്റി ഉള്ള നമ്മുടെ കരള്, നമ്മുടെ ചെറിയ ആളുകളെ സ്നേഹത്തോട് വിളിക്കുന്നതാണ് കരളെന്ന്. അങ്ങനെ കരള് തന്നിട്ടുണ്ട്. 2.5 ദശലക്ഷം മെമ്മറി കപ്പാസിറ്റി ഉള്ള തലച്ചോറ് പറിച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ 324 പിക്സൽ കാഴ്ച നിലവാരമുള്ള കണ്ണുകൾ പറിച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. ചലനവും സന്തുലിതാവസ്ഥയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 206 അസ്ഥികള്, 60,000 മേൽ അടങ്ങുന്ന രക്തക്കുഴലുകളൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഒന്നും തടസ്സമല്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ പറയുന്ന ഞാൻ. കാരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റില് 100% ഡിസേബിൾഡ് ആയിട്ടുള്ള ആളെന്നാണ് അവര് പറയുന്നത്. പക്ഷെ സൃഷ്ടാവിന്റെ അപാരമായ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു ശതമാനം, ആ 100% ഞാൻ പഠിച്ചവനോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടാവുക. കാരണം ആ 1% വെച്ചിട്ട് വേണം നിങ്ങളോടൊപ്പം ഈ ഫാസ്റ്റ് ആയിട്ടുള്ള, ലോകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ലോകത്ത് നിങ്ങളോടൊപ്പം മത്സരിക്കാം. നമുക്കറിയാം MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. ഈ ഒരു മേഖലയിൽ നിങ്ങളോടൊപ്പം മത്സരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. പക്ഷേ ആ 1% വെച്ച് എനിക്ക് എവിടെയൊക്കെ എത്താൻ പറ്റും, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. എന്തായാലും സൃഷ്ടാവിന്റെ അനുഗ്രഹം കൊണ്ട് റീജിയണൽ ടീം കോർഡിനേറ്റർ നേരത്തെ സാറ് പറഞ്ഞതുപോലെ 2 കോടിക്കടുത്ത് ബിസിനസ് ടേൺ ഓവർ ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് എൻ്റെ കൈകൊണ്ടല്ല, സത്യമായിട്ടും ഇത് എൻ്റെ കൈകൊണ്ടല്ല. കാരണം ഇത് സൃഷ്ടാവിന്റെ അനുഗ്രഹവും അതേപോലെ ഇത്രയും ആളുകൾ അടങ്ങുന്ന എന്നെക്കാളും കഴിവുള്ള ആളുകൾ എൻ്റെ ടീമിൽ കടന്നു വന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ന് എനിക്ക് കർണാടക കുംട്ടയിലൊക്കെ ടീമുണ്ട്. പക്ഷേ ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. പക്ഷെ അവിടെ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ, കന്നഡ സംസാരിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ എനിക്ക് ഹിന്ദിന്റെയും കന്നഡന്റെയും ഒന്നും ABCD അറിയില്ല. പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് ഒരു കന്നഡ സ്പീച്ച് ഒരു ദിവസം എനിക്ക് അവിടെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് അവിടെ പോയി, എന്നിട്ട് 5 മിനിറ്റ് സംസാരിച്ച്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് കർണാടക സംസാരിക്കുമ്പോഴാണ്, സാർ ഞാൻ നേരത്തെ ഒരു കാണാപ്പടം പഠിച്ചിട്ട് സംസാരിച്ചാന്ന് പറഞ്ഞപ്പോഴാണ് അത് അവർക്ക് മനസ്സിലായത്. പക്ഷെ നമുക്ക് അതേപോലെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റണം. നമ്മുടെ വെള്ളം ചേർക്കാതെ 100% വെള്ളം ചേർക്കാതെ ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ എനിക്ക് ആ ഹിന്ദി ഞാൻ അവിടെ പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചു, അവിടെ അത് പോയി പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചു. ഞാൻ 1-to-1 മുതൽ ഹോം മീറ്റിംഗ് മുതൽ പ്രോഡക്റ്റ് ട്രെയിനിങ് മുതൽ GTS വരെ എടുത്തിട്ടുണ്ട്. എൻ്റെ ടീമുകളിലെ ആളുകൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ തന്നെ എടുത്ത് നടന്നിട്ടുണ്ട് ഓരോ വീട്ടിൽ. ഒരു ദിവസം ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു നിസ്കാരപ്പായിൽ ഒരു ലേഡി ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പൊ അപ്പോ ഞാൻ 1-to-1 കൊടുക്കണമെന്ന് ഫസ്റ്റ് വന്ന വ്യക്തിക്ക് വളരെയധികം നിർബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞ്
ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ലീഡർമാരുണ്ട്. ഇപ്പം തന്നെ ഞാൻ വരണോ ചോദിച്ചപ്പോ സാർ തന്നെ വരണമെന്നുള്ള നിർബന്ധം വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ കൂടെ പോയ സമയത്ത് ആള് പിന്നെ ഒന്നും പറയാതെയായിരുന്നു ആ വീട്ടിൽ എന്നെ കൊണ്ടുപോയത്. എന്റെ വീൽ ചെയറൊക്കെ കാറ് നിറക്കി വെക്കുന്ന സമയത്ത് ആ ലേഡി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 10 റുപ്യ കൈമ കൊടുത്തിട്ട് പറഞ്ഞ് ഇതാടെ വെച്ചോളി, ഇങ്ങോട്ടൊന്നും ഇറക്കണ്ട. അപ്പൊ നമ്മളെ കോൺഫിഡൻസ് എന്തായിരിക്കും അവസ്ഥ? 10 രൂപ തന്നിട്ട് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വന്ന എന്നെ കൊണ്ടുപോയ ആളെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ ചങ്ങായി നേരെ എന്നെ എടുത്ത് വണ്ടി കയറ്റാനാ പോകുന്നത്. ഞാൻ പറഞ്ഞ ആളെ കേട്ടില്ല. ഞാൻ പറഞ്ഞിന് എന്നെ കൊണ്ടുവരുമ്പോ ആളൊരു പ്രത്യേകം പറയുന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് ആദ്യമായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇങ്ങനെ ചില തിരിച്ചറിവുകൾ ഉണ്ടായില്ല. പക്ഷേ ആള് ഞാൻ പറഞ്ഞു ഒരു 2 മിനിറ്റ് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ആ ലേഡിനോട് പറഞ്ഞു ഞാനിങ്ങനെ പൈസ വാങ്ങിക്കാൻ വന്നതല്ല, ഒരു കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റും? ആ മോനെ സംസാരിക്കാലോ, എനിക്ക് അറിയില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ലേഡി വീട്ടിന്റെ ഉമ്മറത്ത് തന്നെ കൊണ്ടുപോയി ഞാനും അവനൊക്കെ ഇരുന്ന് സംസാരിച്ച് അവിടുന്ന് ഒരു 5000 രൂപയുടെ പ്രോഡക്റ്റ് എടുപ്പിച്ചിട്ട് അവര് വീട്ടിൽ വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അവിടെയൊക്കെ ഇൻസൾട്ട് ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടെയുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഈ മോർണിംഗ് മീറ്റിംഗ് വരാൻ കാരണം ഉമർ സാറാണ്. കാരണം ഉമർ സാറിന് ഞാൻ കൊടുത്ത വാക്കാണ് ഇന്ന് രാവിലെ സാർ എന്തായാലും ഞാൻ പങ്കെടുക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ ഏകദേശം കുറച്ച് മരുന്നൊക്കെ കഴിച്ച് എന്റെ ശരീരത്തിന് കുറച്ച് കോയമ്പ് പോലത്തെ കുറച്ച് സംഭവം പരത്തിയിട്ടാണ് കിടന്നത്. ഞങ്ങൾക്ക് ഉറക്കേണ്ട കിട്ടുന്നില്ല. കാരണം രാവിലെ എണീക്കാൻ പറ്റുമോ ആ ചിന്തയുണ്ട് കിടന്നടിച്ച് ആ ഒരു അവസ്ഥയില്ല. പക്ഷെ പക്ഷെ അനുഗ്രഹം കൊണ്ട് എണീക്കാൻ പറ്റി. ഇന്നിതാ അനുഗ്രഹം കൊണ്ട് തന്നെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് 100% വെള്ളം ചേർക്കാതെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അത് ഏത് മേഖലയിൽ നിന്നായാലും, പ്രത്യേകിച്ച് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ബിസിനസിന്റെ കപ്പിത്താൻ നിങ്ങളാവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു മേഖലയുടെ കപ്പിത്താനായിട്ട് നമുക്ക് മാറുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. കാരണം ഇന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് എന്നെ ഉമർ സാർ വിളിക്കട്ടെ, അല്ലെങ്കിൽ വേറൊരു അപ്ലൈൻ എന്നെ വിളിക്കട്ടെ, എന്നിട്ട് അദ്ദേഹം ചോദിക്കട്ടെ ഞാൻ ഇന്നെന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഒരിക്കലും പാടില്ല. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ എന്താണോ ആവശ്യം, നമ്മുടെ അച്ചീവ്മെന്റ് എന്താണ്, ഇന്ന് ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എന്റെ അച്ചീവ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ എന്താവുന്നുള്ളത് ലീഡേഴ്സ് പറഞ്ഞിട്ടല്ല, നിങ്ങൾ അങ്ങോട്ട് പറയണം. നിങ്ങൾ അങ്ങോട്ട് ലീഡേഴ്സിനോട് പറയണം ഞാൻ ഇന്ന ആഴ്ച കൊണ്ട് ഇന്ന് അച്ചീവ്മെന്റിലെത്തും സാർ, ഇന്ന് ഞാനൊരു 10 ക്ലോസിംഗ് കൊണ്ടുവരും സാർ, ഞാൻ ഇന്ന് ഇത്ര റീപർച്ചേസ് ചെയ്യും സാർ, ഞാൻ ഇന്ന് എത്ര റീറ്റെയിൽ ചെയ്യും സാർ. ഈ രീതിയിൽ ലീഡേഴ്സിനെ അങ്ങോട്ടേക്ക് വിളിച്ച് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന അവസരത്തിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ടീമിനെ വിളിക്കുക. സാർ ഞാൻ റെഡിയാണ്, ഇതെന്റെ ജീവിതത്തിലെ ഒരു തുടക്കമാണ്. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ആർട്ടിസ്റ്റ് ആയിരിക്കാം, പക്ഷേ എന്നെ കണ്ടിട്ട് ഒരുപാട് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ പോലും എന്നെ കണ്ടിട്ട് MI ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഇന്റർനാഷണൽ കോർഡിനേറ്റേഴ്സ് വരെ ഇന്ന് എന്നെ കണ്ടിട്ട് MI ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് വിജയം കൈവരിച്ച ആളുകളുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആ 1% വെച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും വളരെ അനുഗ്രഹീതമായ ആളുകളാണ്. കാരണം നിങ്ങൾക്ക് 100% നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ഒരാളോട് ഷെയ്ക്ക് കൊടുക്കണമെങ്കിൽ അവരെന്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് ഷെയ്ക്ക് തരണം. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവർക്ക് ഷെയ്ക്ക് കൊടുക്കാം. അതിനർത്ഥം നിങ്ങൾക്ക് മൂവ് ചെയ്യാം, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ സഞ്ചരിക്കാൻ ഒരാളെ സഹായം വേണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആളുകളുടെ സഹായവും ഹെൽപ്പും ഒക്കെ വേണം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റാങ്കിൽ എത്തിയത്. നിങ്ങൾ ആലോചിക്കുക, ഒന്നിനും തടസ്സമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാന് ഈ ഒരു ബിസിനസ് തുടക്ക സമയത്ത് എൻ്റെ നാഷണൽ ടീം കോർഡിനേറ്റർ ഹിതേഷ് സാറിന് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹമാണ് എനിക്ക് അവസരം നൽകിയത്. അദ്ദേഹം എൻ്റെ ഷോപ്പിൽ അന്ന് വരുന്ന സമയത്ത് ഒരു കാറിലൊക്കെയാണ് അദ്ദേഹം അന്ന് വന്നത്. ടൈയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ മനസ്സിൽ ടൈയൊക്കെ കെട്ടിയിട്ട് വരുന്ന ആള് ഇത്തിരി പന്തിയാരാണ്, എന്താ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ
എന്റെ എന്റെ ഷോപ്പില് ഈ ഒരു സ്റ്റേഷനറിക്ക് കൊണ്ടുവരുന്ന ഒരാളുണ്ട്. സ്റ്റേഷനറി ഞാൻ പണ്ട് ഒരു ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ വെച്ചിട്ട് കുറച്ച് അനാദി കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ്റ്റാറ്റ് കച്ചവടത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ എന്താ പറയാ, കച്ചവടം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള പല സാധനങ്ങളും ആ ഒരു ഷോപ്പിലേക്ക് കയറ്റി. അങ്ങനെ 7 ലക്ഷം രൂപ കടബാധ്യത വന്ന് നിൽക്കുന്ന സമയത്താണ് അവിടെ സ്റ്റേഷനറി വിൽക്കുന്ന ഒരു വ്യക്തി മുഖാന്തരം അദ്ദേഹം എന്റെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു എന്തെങ്കിലും 2 സാധനങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഇത് പൂട്ടിയിട്ട് പോകാൻ പോകുന്നേ, എന്നാൽ നിങ്ങൾ ഈ സാധനം നനക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവര് നിർബന്ധിച്ച്, സാറേ എന്റെ കുട്ടികൾ പട്ടിണിയാവും, ഏകദേശം വൈകുന്നേരമായി, എന്തെങ്കിലും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മലയാളികളുടെ അവസ്ഥ അറിയാലോ, ആരെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ സങ്കടം കാണിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പൊ ഞാൻ ആ രീതിയിൽ എനിക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു ഓക്കെ, എന്തെങ്കിലും 2 സംഭവം വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു പാക്കറ്റ് ബാമും, ഇതുവരെ കാണാത്തൊരു പേരിലുള്ള ഒരു ബാമും, അതേപോലെ തന്നെ ഒരു പാക്കറ്റ് 2 മിഠായി ഒക്കെ വെച്ചിട്ട് അയാള് എന്റെ ഷോപ്പിൽ പോയി. അദ്ദേഹത്തിന് നന്ദിയൊക്കെ പറ്റാന്ന് പോയത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്റെ ഷോപ്പിൽ വന്ന് ഈവനിങ് ജസ്റ്റ് ഒന്ന് കയറുമല്ലോ, ആ നന്ദി ഉള്ളത് കൊണ്ട് തന്നെ അയാൾ പിറ്റേ ദിവസം ഈവനിങ് എന്റെ ഷോപ്പിലേക്ക് കയറി വന്നു. ആ കയറി വന്ന സമയത്ത് സാധനം ഒന്നും കാണുന്നില്ല. ഈ ആള് ഭയങ്കര അതിശയമായിട്ട് നോക്കും. ഇയാളുടെ സാധനം ഇതുവരെ ആരും വാങ്ങിക്കാത്ത രീതിയിലാണ് അദ്ദേഹം സാധനം നോക്കുന്നത്. ഈ ഷോപ്പെല്ലാം നോക്കുന്നല്ല, സാധനം എടുത്തു. ഞാൻ സാധനം കഴിഞ്ഞാ അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു നിങ്ങൾ പോയ ഉടനെ തന്നെ ഈവനിങ് വൈകുന്നേരം ഷോപ്പിൽ ആ സമയത്ത് ചായ ഉണ്ടായിരുന്നു. ഈവനിങ് എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് വൈകുന്നേരം വന്നിട്ട് എൻ്റെ അടുത്ത് ഇരുന്ന്. അപ്പോൾ എന്നോട് പറയടാ, നല്ല തലവേദന ഉണ്ട് തൻഷ, അപ്പോ ഒന്ന് കഴിച്ചിട്ട് വരുന്നതാണ്, നീ എനിക്ക് ചായ ആക്കാൻ പറയുന്നു. അപ്പൊ ഞാൻ ഒരു ചായ ആക്കി കൊടുക്കുന്നു. ഓനൊരു ചായ കൊടുത്ത് ഓൻ ആ ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് എന്താ തലവേദന, അത് ഇതേതാ ബാമ്, എന്നിട്ടാണ് ഓൻ ആ ബാം ശ്രദ്ധിക്കുന്നത്. ആ ബാം ഓൻ്റെ എടുത്തിട്ട് ഞമ്മളെ പുതിയ ബന്ധാന്ന്, ഞാൻ മന്ത്രിച്ചിട്ട് വെച്ചാന്ന് വെറുതെ പറഞ്ഞു, ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ എന്തോ പറയുന്ന ഒരു താളത്തിൽ പറയുവാന്നൊക്കെ പറഞ്ഞേ, ആ സമയത്ത് വെറുതെ പറഞ്ഞാ മന്ത്രിച്ചിട്ട് വെച്ചാന്ന് പറഞ്ഞ് ആ ചെങ്ങായി ആ ബാം എടുത്ത് തലക്ക് വരട്ടി പോവാൻ പോകുമ്പം ചെങ്ങായി എന്നോട് പറയുന്നത് ഞാൻ കേട്ടിനി, അത് നിന്റെ മന്ത്രിച്ച ബാം അടിപൊളിയാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് കാര്യാക്കി എടുത്താ ഇത് പറഞ്ഞ് അങ്ങ് പോയി. പക്ഷേ ഏകദേശം ഒരു 6 മണി 7 മണി സമയത്ത് ഈ ബാം ഒന്നുമില്ല. കാരണം ഓരോരാൾ ടെൻഷനെ മന്ത്രിച്ച ബാമോട്ടെ എന്ന് പറഞ്ഞ് ഓരോരാൾ ഈ പ്രോഡക്റ്റ് വന്നിട്ട് വാങ്ങിയിട്ട് അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വീട്ടിൽ കയറുന്ന സമയത്തുണ്ട് ഉമ്മറത്തുനിന്ന് ഉപ്പ എന്നെ ഒറ്റ നോട്ടോ എന്നെ കൊണ്ടുവരുമ്പോ, നീ ഇപ്പൊ ഷോപ്പില് മറ്റേ ബാമും കച്ചവടം ചെയ്യാം, മന്ത്രിച്ച ബാമും കച്ചവടം ചെയ്യാം, നീ ആരും ഉസ്താദാ? ഞാൻ പറഞ്ഞല്ല, ഞാൻ സംഭവം ഇവരോടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ അല്ല, എല്ലാരും പറയുന്നത് നീ ബാമും കച്ചവടം ചെയ്യുന്നുണ്ട് മന്ത്രിച്ചിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സംഭവം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒപ്പിച്ച്. അങ്ങനെ പിറ്റേ ദിവസം ഉണ്ട് അയാൾ ആ സമയത്ത് തന്നെ അയാൾ എന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട്, നിങ്ങൾ കുറച്ചും കൂടി സാധനം വെക്കും. ഞാൻ പറഞ്ഞു ഇനി വേണ്ട, അതെങ്ങനെയാ പോയതാണ്, ഇനി വെക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും പോയി തോന്നുന്നു. അത് കുറച്ച് മിഠായി വെച്ചിട്ട് അയാൾ പോകാൻ പോകുമ്പോൾ പറയും, നാളെ നിങ്ങളൊന്ന് ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഈ ഷോപ്പെല്ലാം പൂട്ടാൻ വേണ്ടി നിൽക്കുന്നതാണ്, ഞാൻ നിങ്ങളെ സഹായിച്ചാണ് ഞാൻ ജസ്റ്റ്, ഞാൻ എന്നാ പിന്നെ ഒരാളെയും കൂടി നാളെ വരാൻ തോന്നുന്നു. അങ്ങനെയാണ് നമ്മുടെ ഗ്രേറ്റ് ഡേയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ഹിതേഷ് സാറേയും കൂട്ടിയിട്ട് അദ്ദേഹം എന്റെ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പൊ ഹിതേഷ് സാർ എന്റെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എന്റെ ആ ഷോപ്പിന്റെ ഒരു മൂലക്കനായി ഇങ്ങനെ ഇരിക്കുന്നത്. ആ മൂലക്ക് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആദ്യം നമ്മളെ ആ വിൽക്കുന്ന ചങ്ങായി ഇതേ സാറിന് ആദ്യം അങ്ങോട്ടായി എന്റെ ഷോപ്പിലേക്ക് അയച്ചു. ഇതേ സാറ് എന്റെ ഷോപ്പ് മൊത്തം ഒന്ന് നോക്കുന്നയാ, ആരെയും കാണുന്നില്ല. ഞാൻ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്, അപ്പൊ ആരിങ്ങനെ നോക്കുന്നുണ്ട്, ഏത് ഭാഗത്തുനിന്നാ സൗണ്ട് വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം, അപ്പൊ എന്നെ മൊത്തത്തിൽ കാണുന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു ചാക്കിന്റെ സൈഡിലാണ് ഉള്ളത്. അപ്പോ ഇതേ സാറ് വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്നുണ്ട്. ഞാൻ ഹലോ ഹലോ, അപ്പാണ് ഹിതേ സാറിന്റെ കണ്ണ് നേരെ എൻ്റെ അടുക്ക വന്നേ. ഹിതേ സാറിന്റെ കണ്ണ് എൻ്റെ അടുക്ക എത്തുമ്പോ തന്നെ ആള്, അല്ലപ്പാ ഇതാരോട് ഞാൻ ഈ ബിസിനസ് പറയേണ്ടത്, ചാണകത്തിൽ ചവിട്ടാ ഒക്കെ പറയില്ലേ, ആ രീതിയിൽ ആൾക്ക് എങ്ങനെയാ ഇവിടുന്ന് പോണോ ഇവിടെ നിൽക്കണോ, ഇത് ആരോടാ ഞാൻ ബിസിനസ് പറയാൻ വന്നേ, ഇയാള് ഭയങ്കര ബിസിനസ് മാൻ എന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്റെ ഷോപ്പിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. ഇത് കണ്ടപ്പം തന്നെ ആൾ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, ആൾക്ക് എങ്ങനെ പോണോ ഇവിടുന്ന്, എസ്കേപ്പ് ആണോ? അങ്ങനെ മറ്റേ ആൾ ഉന്തി കയറ്റി ചെയ്യുന്നു. ശരിക്കും പ്രസ് ചെയ്യുന്നു, ആർക്കും പറയാനൊന്നുമില്ല.
ആൾക്ക് ഇത് ആരോടാ ഈ ബിസിനസ് പറയേണ്ടത് രീതിയിലല്ലേ. അങ്ങനെ എൻ്റെ അടുത്ത് അദ്ദേഹം അവസാനം ഇരിക്കേണ്ടി വന്ന് ആൾ എൻ്റെ അടുത്ത് ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തി, ഇതുവരെ കേൾക്കാത്ത പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ. ഓക്കെ, പ്രശ്നമില്ല, ഇങ്ങനെ അങ്ങനെ കേട്ട് ലാസ്റ്റ് നമ്മളെ പ്ലാനിലെത്തി. അവസാനം 10 ലക്ഷം മാച്ച് ചെയ്താൽ 1,20,000, 17 ലക്ഷം ബിസിനസ് പോലെ മാച്ച് ചെയ്താൽ 2,10,000 എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ് മടക്ക് അത് വെക്ക്, 2,10,000 നിൽക്കട്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയെന്ന് ചോദിച്ചു. അല്ല എനിക്ക് പിന്നെ നീട്ടല് എനക്കൊരു1000 അങ്ങനെ കിട്ടി. ഞാൻ നീ 2,10,000 കിട്ടീനാ? അല്ല, അതൊരു സോമകുമാർ മറ്റൊരു ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ തിണ്ടിട്ടുണ്ട്, ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഇതെല്ലാരോ ശരിയാവൂല. അല്ല, നിങ്ങൾ എന്തായാലും പ്രോഡക്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ എന്നെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിച്ച്. അത് സത്യമാണ്, അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാ. അദ്ദേഹം പ്രോഡക്റ്റ് എടുപ്പിച്ച് ഞാൻ ആ സമയത്ത് ഓർഡറൊക്കെ കൊടുത്ത് ഏകദേശം ഒരു 20,000 പ്രോഡക്റ്റ് ഞാൻ എടുക്കാൻ തീരുമാനിച്ച്. ഈ പൈസന്റെ കൈമില്ലേ, അത് വലിയ ഈ കഥയിലും പറയാൻ എനിക്ക് വലിയൊരു സമയം വേണ്ടി വരും. അപ്പോൾ എൻ്റെ ഉമ്മാനെ പറ്റിച്ചിട്ടാക്കിയതാണ്. കാരണം ഉമ്മാനെ പറ്റിക്കാതെ വേറെ പൈസ എനിക്ക് വരുന്ന പൈസ കിട്ടണ്ടേ. ഉമ്മാനെ പറ്റിക്കാൻ ഞാൻ പറഞ്ഞ ഷോപ്പിൽ അനാദി സ്ഥാനം കയറ്റുന്നതെല്ലാം പത്ത് സ്ഥാനം കയറ്റിയതാ. അനാദി സ്ഥാനം കയറ്റുന്നതൊക്കെ പത്ത് ഉമ്മാര് പൈസ വാങ്ങിച്ചേ. ഉമ്മ അനാദി നോക്കാൻ വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ അനാദി സാധനം നോക്കാൻ വന്ന് നോക്കുമ്പോണ്ട് കുറേ ചോപ്പ് പെട്ടി. ഉമ്മ സാധനം നോക്കാൻ വരുമ്പോ ഉമ്മ അരിയും സാധനമല്ല നോക്കാൻ വന്നേ. നോക്കുമ്പോണ്ട് കുറേ ചോപ്പ് പെട്ടിയും പേസ്റ്റും ഒക്കെ ഏറോലൊക്കെ വെച്ചിട്ടൊരു സംഭവം. ഇത് കാണുമ്പോ തന്നെ ഉമ്മ ഷോപ്പിൽ നിന്ന് ഒരു ഒച്ചയാക്കാൻ തന്നിന്, ഇതേതാ സൗണ്ട്. പക്ഷെ അന്നത്തെ ഒരു സംഭവം ഉണ്ടായി. കുറെ ആൾക്ക് പരിചയം കിട്ടി. കുറെ ആൾക്കാർ എന്റെ ഷോപ്പിലേക്ക് ഇതുവരെ വരാത്ത പല ആൾക്കാർ എന്റെ ഷോപ്പിൽ വന്ന്. കാരണം ഉമ്മാന്റെ ഈ ശബ്ദം കേട്ടിട്ട് എന്റെ മോനാരോ പറ്റിച്ച് ഇതായിരിക്കാം, ഇത് കൊടുത്തിനി, ഇതെന്തെന്നാണ്, തൈരാണോ, ഇത് മെഡിക്കൽ ഷോപ്പാണോ, ഇതെന്താ ഡോക്ടറാന്നൊക്കെ പറഞ്ഞ്. അപ്പം പല ആൾക്കാർ എന്തായാലും അതോട് ചോദിക്കാൻ, ഇതെന്താ സംഭവം സംശയം, ഇന്നാരോ പഠിച്ചിട്ട് പോയി, നീ ഇതായിരിക്കും കൊടുത്തേന്നെല്ലാം പറ്റി. ഞാൻ ശരിക്കും ഇവര് പറയുന്നത് സത്യം തന്നെയാ, അന്ന് ലാസ്റ്റ് പറ്റിച്ചാ. ഞാൻ ഇവരെല്ലാം പോയ സമയത്ത് എൻ്റെ ഒപ്പരം നിൽക്കുന്ന ഒരു 2 സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫിന് കൊടുക്കാൻ പൈസ ഒന്നുമില്ല, അതെല്ലാം എങ്ങനെയല്ലോ കൊടുക്കുന്നതാണ്. ഒരു 4 മാസം ഞാൻ തള്ളിക്കൊണ്ടുപോയത് എങ്ങനെയാന്ന് തന്നെ എനക്കെന്നെ അറിയില്ല. അപ്പം ഈ ചങ്ങായിനെ വിളിച്ചിട്ട് വന്നിട്ട് ഒന്ന് വിളിക്കുന്നു, ഇതേ സാറിനെ വിളിക്കും, സാറേ ഒന്ന് ഈ സാധനം എടുത്തിട്ടൊന്ന് കൊണ്ടുപോകണം. ഞാൻ നാളെ വരാൻ തോന്നുന്നു. അപ്പൊ ഞാൻ സന്തോഷമായി. ഇയാൾ സാധനം എടുക്കാൻ വരുന്നതാന്ന് വിചാരിച്ചു. ഇയാൾ വന്ന് എൻ്റെ കയ്യിൽ 2 ടിക്കറ്റ് തന്നിട്ട് ഒറ്റ പോക്ക്, ഒരു താഴെ ഒരു മീറ്റിംഗ് ഉണ്ട്, സാർ എന്തായാലും ഈ 2 ടിക്കറ്റ് തന്നിട്ട് ഒറ്റ പോക്ക്. അങ്ങനെ സാധനം എത്തുന്ന സമയത്ത് ഒരു കോമഡി ഉണ്ടായി. ഞാന് നമ്മളെ ബ്ലഡ് പ്യൂരിഫയർ ഓർഡർ ചെയ്തു. കാരണം എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരും, ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരും. കാരണം ഞാൻ അധികം ആരോഗ്യപരമായിട്ട് കുറേ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. കാരണം ഞാൻ അനങ്ങാതെ ഇരിക്കുന്ന ആളോ ആയതുകൊണ്ട് തന്നെ മുഖത്തധികവും പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓയിൽ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് പിമ്പിൾസ് വരും. അപ്പം ഞാന് ഓർഡർ കൊടുത്ത സാധനമാണ് ബ്ലഡ് പ്യൂരിഫയർ. അപ്പൊ പെട്ടി ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോണ്ട് എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് വായിക്കുന്നത് WOM. അതിൻ്റെ ഒരു സാധനം എന്താവുന്ന ഞാൻ പറ്റുന്നില്ല. എന്താ സാധനം ഈ ബ്ലഡ് പ്യൂരിഫയർ ആവുന്നില്ല. ഒരു ചോപ്പ് പെട്ടി ഉണ്ട്, പക്ഷെ അത് WOEM തന്നെ പറ്റുമോ? ഞാൻ സാറേ ഞാൻ ഇതേ സാറേ ബ്ലഡ് പ്യൂരിഫയർ ഇല്ല, ഒരു വുമൻ കമ്പാനി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പേരാണ് ഞാൻ അങ്ങനെ ഒന്നല്ല പറഞ്ഞേ, അതങ്ങനെ പേർക്കും പറയാൻ അറിയില്ല. ഇങ്ങനൊരു സാധനം ഉണ്ട് സാറേ, ഞാൻ എന്താ ചെയ്യണ്ടേ സാറേ? അത് അതായത് ആ സമയത്ത് നമുക്ക് നാട്ടിൽ നിന്നൊന്നും പ്രോഡക്റ്റ് കിട്ടൂല, എറണാകുളം ബാംഗ്ലൂരിൽ നോക്കിയാ പ്രോഡക്റ്റ് കിട്ടുക. അപ്പൊ 20,000 പ്രോഡക്റ്റ് പകുതിയും വുമൻ കമ്പാനി തന്നെ ഉള്ളേ. ഇത് ഞാൻ എന്താക്കാനാ? മറ്റേതാണെങ്കിൽ എനിക്ക് കുടിച്ചെടുക്കാം, വുമൻ കമ്പാനി എനിക്ക് കുടിച്ചെടുക്കാൻ പറ്റുമോ? സംഭവം ഞാന് ആ സമയത്ത് പിന്നെ നമ്മൾക്ക് ടീം ഇങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ എൻ്റെ ഷോപ്പിൽ ഒരു ലേഡി ഉണ്ട്, ഒരു ലേഡി അല്ല അപ്പൊ ആ ലേഡി വന്നിട്ട് പ്രായമുള്ള ലേഡിയാ. അപ്പൊ ആള് പറഞ്ഞ്, തൻഷാ എനിക്ക് എൻ്റെ ഈ കുറച്ച് സാധനം എനിക്ക് തരാൻ പറ്റുമോ? ഞാൻ പൈസ ഒന്നും തരൂല, ഞാൻ വിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പൈസ തരാം, എനിക്ക് സന്തോഷമായില്ല. ആയിക്കോട്ടെ, നിങ്ങൾ ഈ സാധനം എടുത്തിട്ട് പോയിക്കോ. അപ്പോൾ ഓരോ എന്തായാലും നമ്മളെ ചോപ്പ് കെട്ടി എല്ലാം എടുത്തിട്ട് കുറച്ച് സാധനം എല്ലാം എടുത്തിട്ട് പോയി. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം പടങ്ങി വന്ന്. അത് എൻ്റെ
ഞാൻ മറ്റേ സംഭവം കൊടുത്ത് ഒരാള് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ചോപ്പെല്ലാം മാറ്റിയിട്ട് പച്ചയും മഞ്ഞയും നീലയിലാക്കണം. എനിക്കിത് തിരിയുന്നില്ല. നീ കമ്പനിയോട് പറഞ്ഞിട്ട് ഒന്ന് എല്ലാത്തിന്റെ കളറിലൊന്ന് മാറ്റിത്താ, എല്ലാം ചോപ്പാകുമ്പോ എനിക്ക് കൊടുക്കാൻ തിരിയുന്നില്ല. അങ്ങനെ പറയുമ്പോ തന്നെ എനിക്കൊരു പേടി തട്ടില്ല. ഇത് എന്താ കൊടുത്തേന്ന് അറിയാലോ. അപ്പോ ആ ലേഡി ഒരാണുങ്ങൾക്ക്, ഒരു വീട്ടിലൊരു ആണുങ്ങൾക്ക് വയറിന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ കൊടുത്തത് നമ്മളെ ചാമ്പി തൈലം കൊടുത്തിട്ടാണ്, വയറ് വേദനക്ക് ചാമ്പി തൈലം കൊടുത്തിട്ടാണ് നീ വന്നേ. അപ്പോ എന്നോട് പറഞ്ഞത് തന്റെ ഞാനൊരു ഒരു വലിയ കുപ്പിയില്ലേ, ആ കുപ്പിയിലെ സാധനമാണ് ഞാൻ കൊടുത്തത്. പിന്നെ അപ്പോ വയറ് വേദനക്ക് ഞാനത് കൊടുത്തു വന്നത്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതെന്ത് പണിയാ നിങ്ങൾ കാണിച്ചേ, നിങ്ങൾ ചാമ്പി തൈലാ കൊടുത്തേ. എന്റെ തൻഷാനെ ഇന്നെ കൊണ്ട് ഞാൻ എങ്ങനെയാ അയാളെ പോവാ, എനിക്ക് പേടിയാന്ന്, എനിക്ക് വിറക്കുന്ന തലം പറ്റി. പെണ്ണുങ്ങൾ ആകെ പക്ഷെ ആരും പേടിച്ചു പോയി, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ രണ്ടാമത് ചിരിച്ചോണ്ട് വരുന്നു. എന്നിട്ട് എന്തു പറയാ, അത് തൻഷാനെ ഞാൻ ഈ കൊടുത്ത ഇനി പറഞ്ഞ വലിയ കുക്കിന്റെ സാധനം കൊടുത്താല് ഒരിക്കലും ഉണ്ടടാ എന്റെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ വേഗം പേടിച്ചിട്ട് വാതില് പൂട്ടി, അപ്പം തന്നെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാള് എന്റെ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ സാധനം നല്ല രസമുണ്ട്, എന്റെ വയറ് പിടിച്ചപ്പാടന്നെ എന്റെ വയറ്റിന്നെല്ലാം കുറച്ച് പോയി, സംഭവം അടിപൊളിയായിട്ടാ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, നിങ്ങൾ ചാമ്പി തൈലം കൊടുക്കാനല്ല, നമ്മളെ പ്രോഡക്റ്റ് ഉള്ളിൽ ചെന്ന ഒന്നും ആവൂല എന്നുള്ളതാ. വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഇത് ആള് ഞാൻ വന്ന് ആ കുപ്പി വാങ്ങിച്ചോ, അത് കുറച്ചേരി കുടിച്ചിട്ടുണ്ടാവുക, അവിടെ വന്ന് ഇനി അത് ഉപയോഗിക്കണ്ട, അത് ഡേറ്റ് ഒന്ന് മാറ്റി അത് തിരിച്ചു വാങ്ങിച്ചു, അത് തിരിച്ചു വാങ്ങിച്ച്. അപ്പൊ ഒന്നും ആയിട്ടില്ല, അയാളെ വയറ്റുന്നെല്ലാം പോയി, വയറുവേദനെല്ലാം പോയി, സലാമത്തായി, ഞങ്ങൾ സെറ്റായി. അപ്പോ മറ്റേ ആള് എനിക്ക് ടിക്കറ്റ് തന്നിട്ടല്ലേ പോയെ. അവൻ എനിക്ക് ഈ മൂന്നാല് ആളുകളെ കാണുമ്പോൾ തന്നെ എന്റെ കൈയും കാലും വിയർക്കും. അങ്ങനത്തെ ഒരു അസുഖമുള്ള ആളാണ് എനിക്ക്. ഒരു പ്രത്യേകിച്ച് ഈ ലേഡീസിന്റെ സ്മെല്ലെല്ലാം ഒന്നും എനിക്ക് തീരെ സഹിക്കൂല. എനിക്ക് ഈ ലേഡീസ് എന്റെ അരിയത്ത് വരുമ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ വരുന്നത്, എന്റെ ഗേറ്റിന്റെ അടുത്ത് ഒരു ലേഡി വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ആരവും വരുന്നുണ്ട്. കാരണം ഇവരടിക്കുന്ന പെർഫ്യൂം ഒരു വല്ലാത്ത പെർഫ്യൂമാണ്, എനിക്ക് പറ്റൂല. അപ്പൊ ഞാന് ഉമ്മാര് പറയും, വീട്ടിലാരെങ്കിലും വന്ന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ അന്നെ ആരെങ്കിലും വേണ്ട, എന്റെ വാതിൽ പൂട്ടിയിട്ട് ഞാൻ ഒരു ലാപ്ടോപ്പിന്റെ മുമ്പിൽ അധികം വാതിലും പൂട്ടി ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഫോണിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബുക്സ് ഉണ്ടാവും, ഇതേതെങ്കിലും ഒന്നാ ഉണ്ടാവുക. അപ്പോ വയറ് കഴിക്കാൻ ചാമ്പി തൈലം ചെയ്യുന്നുണ്ട് സാറേ, ഇത് പണി കിട്ടുമെന്ന് അറിയില്ല, ആരും അതൊന്നും കൊടുത്തേക്കല്ല. വുമൺ കമ്പാനിയൻ തന്നെ കൊടുക്കണം വയറുവേദന. അത് പീരീഡ്സിന്റെ സമയത്താണ്, അതൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് ഒരു കോമഡി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഈ 2 ടിക്കറ്റ് എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ രാവിലെ തന്നെ ഒരു 6 മണി സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഓട്ടോയിൽ കൂട്ടാൻ പോയി. ഓമ്പ നേടിയാ നീ എന്റെ തൻഷാനെ, നീ അമ്പലം ഇവർക്കറിയാം നീ എന്തോ പണിയൊപ്പിക്കുന്നുണ്ട്, നീ ഏടിയ അമ്പലം കൂട്ടിക്കൊണ്ട് പോകുന്നതെല്ലാം ചോദിക്കുന്നുണ്ട് എന്റെ ഓട്ടോക്കാരൻ ചങ്ങായി, പിന്നെ എന്റെ കൂടെയുള്ള സ്റ്റാഫും. അപ്പൊ നമ്മൾ പോയി. ഞാൻ പറഞ്ഞില്ലടാ, ഒരു 10 ആളുണ്ടാകുന്ന ഒരു മീറ്റിംഗ് ആണ്, അവിടത്തേക്കാ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് മിസ്സബ് എന്നാ പേര്, അവൻ എന്നിങ്ങനെ എന്നെ എടുക്കുന്ന സമയത്ത് എനിക്ക് മുകളിലാകുന്നു, താഴെ കാണില്ല. കാരണം അന്നീ കുട്ടികളെ എടുക്കുന്ന പോലെ എടുക്കുക. അപ്പൊ എനിക്ക് ഈ മുകളിലാകാണ്, താഴെ നടക്കുന്ന ഒന്നും എനിക്ക് കാണൂല. അപ്പൊ അന്നീ ഇങ്ങനെ എടുത്ത് പോകുമ്പോ എന്നോട് ചോദിക്കുന്ന തൻഷാനെ നീ എത്ര ആളെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലട ഒരു 10 ആള്. ഇത് 10 ആളൊന്നും അല്ല, ഇത് എത്രയോ ആൾക്കാരുണ്ട്, ഈ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു മോനെ ഇതൊരു 1000-ന് പുറത്ത് ആൾക്കാരുണ്ടാവും പറഞ്ഞു. അത് നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ ആദ്യമായിട്ട് മുബീൻ സാറിന്റെ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോ ആള് തലശ്ശേരിയിൽ വന്നത് ഒരു പ്രോഗ്രാമാണത്. ഭ്രമരെന്നല്ല ആ പ്രോഗ്രാമിന്റെ ഒരു പേര് എനിക്ക് ഇപ്പം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അപ്പം ആ ഒരു പ്രോഗ്രാമിലാണ് അന്നെയും കൂട്ടി പോന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു, തൻഷാ രാവിലെ വേഗം ബാക്കോട്ടേക്ക് വിട്ടോ, ഒന്നും നോക്കണ്ട, നമുക്ക് പോയി കളയാൻ ഇത് നിൽക്കണ്ടെന്ന് പറഞ്ഞു. 1000 ആളെ നിനക്ക് എങ്ങനെ നിൽക്കാൻ കഴിയാ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 4 ആൾ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് കയ്യും കാലും വേർക്കും, ഞാൻ ഒന്ന് വേഗം വിട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഓൻ എന്നോട് പറയാ, ഇപ്പൊ നടക്കുന്നത് ഞാനല്ല, എന്റെ ബേക്ക് 4 ഉന്തുന്നുണ്ട്, ഇനിയും കൊണ്ട് എനിക്ക് ബേക്കിലോട്ട് പോകുന്നത് നടക്കൂല, ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോവാ, കുറച്ച് സമയം അത് ഇരിക്കട്ടെ, ഞാൻ എനിക്ക് നടുവ് പേന എടുക്കുന്നു. അതാവുന്ന എന്നാ പിന്നെ നടക്കും. മുമ്പിൽ തന്നെ ആരെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് അവിടെ മുന്നിലാടി ഇരുത്തി. മുന്നിലാടി ഇരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ കാറിന്റെ ചാവി അടിക്കുന്നുണ്ട്. അപ്പോ നമ്മളെ മുബീൻ സാറിന്റെ ഒരുപാട് കാര്യം കേൾക്കാൻ പറ്റി. അതേ മുബീൻ സാറ് പറഞ്ഞൊരു, എനിക്ക് അത്യാവശ്യം ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട്, ആ സമയത്ത് അറിയുന്നതുകൊണ്ട് മുബീൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്,
ഇന്നല്ലാഹു അസാബിരീൻ. എല്ലാ എല്ലാ കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് നല്ല കാലം വരുന്നൊരു കാര്യവും അതേപോലെ തന്നെ കുറച്ച് ഖുർആനിലൊക്കെ ഒരുപാട് ആയത്തുകളൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് അതൊക്കെ കേട്ടപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇത് ചെയ്താൽ എന്തെല്ലോ കിട്ടുന്നുള്ള കാര്യം, അതെന്ത് കിട്ടുന്നൊന്നും അറിയില്ല, എന്തെല്ലോ കിട്ടുന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ഞാന് അവിടുന്ന് മുബീൻ സാർ എല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരുന്നു പറഞ്ഞു. കുറെ ആൾ കൈമുട്ടുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ടാവും എന്റെ കൂടെ വന്ന ആൾക്കാരും കൈമുട്ടുന്നുണ്ട്. ഇവരെല്ലാം കിട്ടുമല്ലോ, എനിക്ക് കൈമുട്ടുന്ന ആൾക്കാരെല്ലാം കിട്ടുമല്ലോ. വിജയിക്കാൻ ആഗ്രഹമുള്ള ആളുകളെല്ലാം കയറി വാന്ന് പറയുമ്പോക്ക് ഞാൻ നോക്കുമ്പോണ്ട് എന്റെ വന്നവരും വന്ന ആരില്ല, എല്ലാം ഉണ്ട് മറ്റേ സ്റ്റേജ്മ. ആരും സെറ്റായി, ഞാൻ രക്ഷപ്പെട്ട്. ഞാനൊക്കെ രണ്ട് സൈഡും എന്റെ കൂടെ ആളെല്ലാം വിചാരിച്ചിട്ടാ പോയതാ. അങ്ങനെ ഞാന് വീട്ടിലെല്ലാം എത്തി. എടാ നമുക്ക് 2 വേണ്ടേ, 2 നീ ആദ്യം വായിക്കി എന്നിട്ട് നമുക്ക് മതിയും. നീ ആദ്യം വായിച്ചിട്ട് നമുക്ക് 2 വായിക്കാം, ഇപ്പം നമുക്കായിരിക്കും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ വീണ്ടും ചാർജ് പറഞ്ഞു. പക്ഷെ ആ പ്രോഗ്രാമിന്റെ ഒരു പ്രതിഫലനം അതിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ നിരന്തരം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ഉമ്മ പരസ്യം ചെയ്ത് വന്നില്ല നേരത്തെ ഷോപ്പിൽ വന്നിട്ട്. ആൾക്കാരെല്ലാം വിളിച്ചു ഒരു ബഹളം ഉണ്ടാക്കി. കുറച്ച് ആൾക്കാർ ഇവരെന്തെങ്കിലും ഉണ്ട് നടന്ന് കുറച്ച് ആൾക്കാർ പ്രവർത്തനം വായിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് ഞാനൊക്കെ ഷോപ്പും കൂട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. പിന്നെ ഷോപ്പൊന്നുമില്ല. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഒരാഴ്ചത്തോളം എന്റെ ഷോപ്പ് ഞാൻ തുറന്നു വെച്ചിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. തുറന്നു വെച്ചിട്ട് അപ്പുറത്തെ ലേഡി എന്നെ പറയാത്ത അവസ്ഥ. അവിടെ ഒരു ഗിരിജ എന്ന് വെച്ചൊരു ടീച്ചറുണ്ട് എന്റെ ഇപ്പുറത്തുള്ള ആള് പറയും, തൻഷ ഇന്നെ പറ്റിക്കുന്നയാ മോനെ, നീ എന്തിനാണ് വേണ്ടാത്ത പ്രോഗ്രാമിലെല്ലാം പോകുന്നത്, എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വിറ്റ വിഷയം കിട്ടൂലേ, ഇത് ഇവിടെ പെരുന്നാളും മടങ്ങി പോകുന്ന എനക്കെന്നെ കാണുമ്പോ സങ്കടമാന്ന്. എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഓട്ടോക്കാരനുണ്ട്. ആ ഓട്ടോക്കാരൻ പറഞ്ഞത്, തൻഷാനെ ഇതേപോലെ കുറേ പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടേ, നിന്റെ ദിവസം എനിക്ക് 100-200 കിട്ടും, പക്ഷെ നീ ഈ പോകുന്ന പൈസ എനിക്ക് നഷ്ടമാണ്, ഇതേപോലെ കുറെ ആൾക്കാർ ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പരിമിതി ആൾക്കൊന്നും പറഞ്ഞ ബിസിനസ് അല്ല ഇതെന്നെല്ലാം പറഞ്ഞ് എന്നെ അവിടെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഞാന് വീണ്ടും ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ 916 സ്വർണ്ണം ആരും ഫുട്പാത്ത് നിന്ന് വെക്കൂല അല്ലെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെല്ലാവരും പോയിട്ട് ഒറ്റയടിക്ക് പറയേണ്ട ബിസിനസ് അല്ല, ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് മനസ്സിലായി. പിന്നെ ഞാൻ അതിന്റെ ഞങ്ങൾക്കത് അറിയുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ നമുക്ക് FSS പ്രോഗ്രാം ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിലൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ലീഡേഴ്സ് വിളിക്കുന്ന പ്രോഗ്രാമിൽ എന്തായാലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ മുതൽ ഈവനിങ് വരെ ഇരിക്കുന്ന സമയത്ത് ഞാനും ഉമ്മയും രാത്രി ഇരുന്ന് കരയതാണ്. ഉമ്മയെ കരയാ, ഞാൻ പിന്നെയും സഹിച്ചു പിടിക്കും. ഉമ്മക്കറിയാം എന്റെ കണക്ക് നല്ല വേദനയാന്ന്, എന്റെ ഉറക്കമൊന്നും കിട്ടുന്നില്ല, എന്തിനാ മോനെ വേണ്ടാണ്ട് എന്തിനാന്ന്. ഉമ്മ ഒരിക്കലും ഞാൻ ചോറ് വരുത്തുന്ന സമയത്ത് ഞാൻ ഉമ്മാരോട്, ഉമ്മ ഞാനൊരു ദിവസം 2,10,000 വായിക്കുന്നു. ഉമ്മ പറഞ്ഞ്, നീ ആദ്യം മാസം 2,000 മേടിക്കുന്ന തൻഷാൻ, എന്നിട്ട് അത് 2,10,000. നീ ആദ്യം 2,000 മേടിക്കുന്ന ഉമ്മ പോലും എന്നോട് പറയുന്ന അവസ്ഥയിൽ വന്നു. അങ്ങനെ ഈ ട്രെയിനിങ് പ്രോഗ്രാം പഠിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു ഇതായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അതിലൊരാൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്റെ സംഭവം മാറിയേ. എന്നോട് ഒരാൾ ചോദിച്ചു, ഇതെല്ലാം ഒരുപാട് ആളുകൾ അപ്പത്തെ സുബൈദെല്ലാം ചെയ്തിട്ട് ഇത് നിർത്തി. സുബൈദ എന്നൊരു പേരാണ്. സുബൈദ എന്നുള്ള കാര്യം ഇതിൽ ഒരു വിഷമമൊന്നും വേണ്ട, ഞാൻ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ, എന്താ വേണ്ടി ആൾക്കാ. അപ്പൊ ആള് എന്ത് പറഞ്ഞ്, അപ്പത്തെ ആൾ ഇതെല്ലാം ചെയ്ത് പൂട്ടിയതാന്ന് നിർത്തിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കല്യാണം കഴിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ചങ്ങായി ഒരു കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം ഡൈവോഴ്സ് ആയി, അത് വിചാരിച്ച് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുമോ? നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുമോ? ഇല്ല. വിശ്വത്തിൽ പരാജയപ്പെടുന്ന ആൾ ഒരുപാട് ആളുണ്ടാവും, അവർ ചെയ്യാത്തത് കൊണ്ടാ. ഇഷ്ടംപോലെ ആൾക്കാരല്ലേ, ഒരുപാട് ആളുകൾ പരാജയപ്പെടുന്ന ആളുകളുണ്ട്. കാരണം അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ്. അപ്പോ നമ്മളിത് ചെയ്യുവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉത്തരങ്ങൾ കൊടുക്കാനുള്ളൊരു എഴുതൊക്കെയോ സാധനം വരാൻ തുടങ്ങി. പിന്നെ പരിമിതിയുള്ള ആളുകൾക്കൊന്നും പറയുന്ന പറ്റിയ ബിസിനസ് അല്ലേ ഇത്. സാറേ ഞാനൊരു കാര്യം, നമ്മുടെ ഖുർആനിലൊരു വചനമുണ്ട്, ഹുവൽ ഖവീർ എന്ന് പറയും. അതായത് പരിമിതി ഇല്ലാത്ത ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് സൃഷ്ടാവ് മാത്രമാണ്.
ബാക്കി എല്ലാത്തിനും ലോകത്ത് പരിമിതിയുണ്ട്. ഹെലികോപ്റ്റർ ട്രെയിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? അത് ഒറ്റയടിക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, പറ്റില്ല. അതും മെല്ലെ വന്ന് പതുക്കെ 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 മാത്രമേ ലാൻഡ് ചെയ്യുള്ളൂ. ഒറ്റയടിക്ക് വന്ന് ലാൻഡ് ചെയ്യുക ഇല്ല, പറ്റില്ല. കാരണം പരിമിതി ഇല്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ല. അപ്പൊ ഇതും പറഞ്ഞു കൊടുത്തപ്പം അടുത്ത ആളെ ബായും പൂട്ടി. അങ്ങനെ പൂട്ടിക്കേണ്ട ആളെ ബായെല്ലാം ഏകദേശം പൂട്ടിച്ച്. പിന്നെ ഒരാൾ എന്നോട് പറയാ, അതും എനിക്ക് അറിയുന്ന എന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇതെല്ലാം പറയുക, നിങ്ങൾക്കും അതേപോലെ കിട്ടും, അപ്പം പറയണ്ട, അടുത്തറിയുന്ന ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ശരിക്കും തട്ടുക. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, നീ പുറലോകമൊന്നും കാണുന്നില്ല, അവിടെ നീ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട, സ്വരം കുറച്ച് മാറ്റാം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പുറം ലോകം അറിയില്ലായിരിക്കും, പക്ഷെ ചില ആളുകളുടെ ഉള്ള എനിക്ക് നല്ലോണം അറിയാവുന്നത്. അപ്പൊ അതും അത് നിർത്തി. പിന്നെ അയാളെന്തോ കൊള്ളിച്ചു പറഞ്ഞാൽ അയാൾക്ക് തോന്നി, അയാൾ അത് നിർത്തി. അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. പിന്നെ കൃത്യമായിട്ട് ഞാൻ ആദ്യം പറയാ, എന്റെ ഷോപ്പിൽ വന്ന ആളോട് ഞാൻ 2:10 വരുന്നോ ചോദിക്കും. 2:10 വരുന്നോ ആ രീതിയിലാണ് ചോദിക്കാം. പിന്നെ അതെല്ലാം നിർത്തി, പറയേണ്ടവനോട് മാത്രമേ അറിയൂ. അപ്പം ഞാന് ഈ പറയുന്ന രീതിയിൽ ഒരു ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലാവും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിൽ ഇന്നത്തോളം. അപ്പൊ ഒരു ദിവസം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ലീഡർ വിളിച്ച്, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പം ആളെന്നോട് പറഞ്ഞു, തൻഷാൻ സാറേ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ സങ്കടത്തോടെ പറയുന്നത്, നിങ്ങൾ എന്തോ TC ആയിട്ടാക്കി. ഞങ്ങൾ TC ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ, എന്താ TC ആക്കേണ്ട കാര്യം? ആ സമയത്ത് TC എന്താന്ന് പോലും അറിയില്ലല്ലോ. ആദ്യമായിട്ടാണ് ഗ്രൂപ്പിൽ TC എന്നെല്ലാം കാണുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമല്ല മനസ്സിലായത്. TC എന്ന് പറഞ്ഞൊരു റാങ്കാണ്, അടുത്ത ലെവലിലേക്ക് കയറിയതാന്നുള്ളത് കാര്യം. പക്ഷെ എനിക്ക് അതൊന്നുമല്ല എന്നെ അതിശയിപ്പിച്ച കാര്യം അതല്ല. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് കിട്ടുന്നത് എൻ്റെ ഒപ്പയായിരിക്കും. പക്ഷെ അന്ന് ബുധനാഴ്ച, അന്ന് ഏകദേശം 3 മണിയായ സമയത്ത് ടിക് 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 എന്നൊരു മെസ്സേജ് വന്നു. നോക്കുമ്പോൾ അതിലൊരു 10,000 രൂപയുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ടീം വർക്കാണ്. ഞാൻ നാളെ ഇല്ലെങ്കിലും ടീം നടക്കുന്ന ആ ഒരു പ്രതിഫലനം, ടീം നടക്കുന്ന കച്ചവടത്തിനനുസരിച്ച് ആളുകൾ നമ്മളെ കൂടെ ചെയ്യുന്ന സമയത്ത്, ഒരുപാട് ആളുകളെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലും വരുമാനം വരുന്നത് കാര്യം ബോധ്യപ്പെട്ട്, അപ്പോ ഞാൻ ഒരു തീരുമാനമെടുത്ത്, ഇനി ഈ പറഞ്ഞ രീതിയിലല്ല, ഇനി കുറച്ചും കൂടി ശക്തമായ രീതിയിൽ ബിസിനസ് ചെയ്യും. അങ്ങനെ ശക്തമായ രീതിയിൽ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തു. അങ്ങനെ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലെത്തി. അവിടുന്ന് നമ്മുടെ കമ്പനി മാനേജ്മെന്റ് അടങ്ങുന്ന രീതിയിൽ എനിക്കൊരു ഡേറ്റ് ഇങ്ങോട്ട്, എനിക്കതായത് സ്വപ്നം പോലെയാണ്. കമ്പനി മാനേജ്മെന്റ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, സാറേ നമ്മൾ ഇന്നൊരു ഡേറ്റ്, ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കണമെന്ന് വിചാരിച്ച ആളൊന്നുമല്ല. കമ്പനി മാനേജ്മെന്റ് വിളിച്ചു, ആ സമയത്ത് വണ്ടി എടുക്കേണ്ടി വന്ന ഒരാളോ. കമ്പനി മാനേജ്മെന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ടെൻഷൻ സാറേ ഇന്ന ഡേറ്റ് സംഭവം എടുത്തോ, സലീം മാത്യു സാറ്, നമ്മൾ എല്ലാവരും ഉണ്ടാവും, നിഖിൽചന്ദ്രൻ സാറൊക്കെ വരുന്നത്. അങ്ങനെ 7 ലക്ഷം രൂപ വരുന്ന ഒരു വണ്ടി കമ്പനിയുടെ അപ്കമിങ് MD തരുന്ന രീതിയിൽ ഒരു വണ്ടി എടുക്കാനൊക്കെ സാധിച്ചു. ആ 7 ലക്ഷം പൊട്ടിയ സമയത്ത് ചിന്തിച്ചിരുന്നോ ഓൾറെഡി സാമ്പത്തികമായിട്ട് വലുതായിട്ടൊന്നുമില്ല, അതിൻ്റെ കൂടെ 7 ലക്ഷം രൂപ കടമായപ്പം ജീവിതം അടുത്തായിരുന്നു? അവിടെ നിന്ന് പിന്നെ എങ്ങനെ താമസാനോട്ട് കയറിയേ? അവിടുന്ന് കയറിയത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ്. ഇന്ന് ആ കമ്പനീൻ്റെ ഏകദേശം 2 കോടിക്കടുത്ത് ടേൺ ഓവർ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബാധ്യതയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ചു. ഇന്ന് പല ജില്ലകളിലും പല സ്റ്റേറ്റിലും ഇന്ന് എനിക്ക് ടീമുണ്ട്. ഒരു ഡോക്ടർ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന റീജിയണൽ ടീം കോർഡിനേറ്റർ ഒരു വേദിയിൽ നിഖിൽചന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള 1 ലക്ഷം രൂപ വരുന്ന ഒരു സൺഗ്ലാസ് എനിക്ക് ഗിഫ്റ്റ് തന്നു. അപ്പം അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്നെ ഉണ്ടാക്കി. ഇന്ന് ഈ പറയുന്ന റാങ്കിൽ നിന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ സമയം ഒരുപാട് അതിനെ സമയം നോക്കി ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഇന്ന് സോഷ്യൽ മീഡിയയിൽ 3 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സുള്ള രീതിയിലൊക്കെ വളരാൻ തുടങ്ങി. ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ആഴ്ചക്ക് എന്തായാലും ഒരു പ്രോഗ്രാമുള്ള രീതിയിൽ വളരാൻ തുടങ്ങി. ഇന്ന് പ്രോഗ്രാമുകൾ പുറത്തെടുക്കുന്ന രീതിയിൽ, ട്രെയിനിങ് എടുക്കുന്ന രീതിയിൽ, മോട്ടിവേഷൻ ട്രെയിനറായിട്ടും പല രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലായിട്ടും
അങ്ങനെ എന്നിലുള്ള പല കഴിവുകൾ ഞാൻ പുറത്തെടുത്ത് ഇന്ന് പുറത്ത് ഒരുപാട് പ്രോഗ്രാമുകളിലും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തൊക്കെ പറ്റില്ല എന്ന് വിചാരിക്കുന്നു അതൊക്കെ പറ്റും എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം, അതേപോലെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. എന്റെയും സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, ഈ ഒരു ബിസിനസിന്റെ കപ്പിത്താൻ നിങ്ങൾ മാത്രമാണ്, മറ്റാരുമല്ല. ഈ ബിസിനസിന്റെ കപ്പിത്താനായിട്ട് നിങ്ങൾ മാറുക. ഒരുപാട് കാര്യങ്ങൾ എനിക്കും സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതൊരു വൺ ഡേ ട്രെയിനിങ് ആയിട്ട് മാറും. കാരണം അതുകൊണ്ട് ഞാൻ എന്തായാലും നിർത്തിയാണ്. എല്ലാവരും ഈ ബിസിനസിന്റെ കപ്പിത്താനായി മാറിക്കൊണ്ട് ഒരുപാട് വിജയങ്ങൾ കമ്പനിയുടെ ഏതൊക്കെ റാങ്കിലുണ്ടോ അതൊക്കെ നേടുന്ന ആളുകളായിട്ട് നിങ്ങളൊക്കെ മാറട്ടെ, അല്ലെങ്കിൽ മാറണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം എന്റെ ഈ ഒരു ചെറിയ സമയം ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. അപ്പൊ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഞാനും ഒരു കാഴ്ച പരിമിതിയുള്ള ആളാണ്. ഒരു അപകടത്തിൽപ്പെട്ടിട്ട് കാഴ്ച നഷ്ടപ്പെട്ട ആളാണ്. കണ്ടിരുന്ന ആളാണ്. ഓട്ടോറിക്ഷയും കാറും ജീപ്പും ട്രെയിനും ഒക്കെ കണ്ട ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരിധി ഉള്ള ആളാണ്. പക്ഷെ ആ പരിമിതി വെച്ച് ഞാനും ഇരിക്കണില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ അതിന്റെ അങ്ങല കണ്ടിട്ടേ അടങ്ങൂ എന്ന് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്കൊരു പ്രചോദനം കൂടി കിട്ടിയിട്ടുണ്ട്. ചരിത്രം വായിച്ച് രസിക്കാനുള്ളതല്ല, ചരിത്രം സൃഷ്ടിക്കാനുള്ളതാന്ന് പറഞ്ഞ പോലെ തൻഷാദ് സാർ എന്തായാലും ചരിത്രത്തിന്റെ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു പേരായി മാറും. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് വീരപുരുഷന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് അല്ലെ. വരും നാളുകളിൽ ചരിത്രത്തിന്റെ ഭാഗമാവാനുള്ള ഒരാൾ കൂടിയാണ് തൻഷാദ് സാറ്. എന്തായാലും എല്ലാവിധ അഭിനന്ദനത്തിന്റെ 1000 പൂച്ചെണ്ടുകളെ അർപ്പിക്കുകയാണ്. നമ്മൾ ഒഴുക്കിന് അനുകൂലമായിട്ട് നീങ്ങാൻ എല്ലാവർക്കും സാധിക്കും. ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലെ. നമ്മളൊരു വർഷക്കാലൊക്കെ വരുന്ന സമയത്ത് പുഴയിൽ കൂടെ എല്ലാ ചണ്ടിപ്പണ്ടാറും എല്ലാം വരും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണ് ഈ ഒരു വർഷത്തില് ആനയുടെ മൃതദേഹം അടക്കം ഒഴുകി വന്നിട്ടുണ്ട്. വൃക്ഷങ്ങളും മറ്റും പലതും ഒഴുകി വരും. പക്ഷെ അപ്പോഴും ഒരു 50 ഗ്രാം പോലും തൂക്കം വരാത്ത പരൽമീന് ഒഴുക്കിനെതിരെ നീന്തി കയറുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധിയൊക്കെ അഭിമുഖീകരിച്ച് നീന്തി കയറിയിട്ടുള്ള ഒരു എനർജറ്റിക് ലീഡറാണ് തൻഷാദ് സാറ്.